തടിയാ എന്തായടാ? എടോ താനീ നാട്ടുകാരെയൊക്കെ കെട്ടിപ്പിടിക്കണ്ടല്ലോ, എന്നെ ഇതുവരെ ഹഗ് ചെയ്തിട്ടില്ലല്ലോ. അതെങ്ങനെ ഞാൻ കെട്ടിപ്പിടിക്കാൻ വരുമ്പോൾ നീ എൻ്റെ അമ്മയെ കയറി പിടിക്കല്ലേ? വാ. എല്ലാവരും പറയുന്നത് ശരിയാണ് ബഡി. ഇവൻ്റെ ഹഗ്ഗിൽ എന്തോ ഉണ്ട്. സ്നേഹത്തിൻ്റെ ഈ ഇറുക്കത്തിൽ എനിക്ക് തോന്നി ലോകത്തെ ഏറ്റവും സേഫായിട്ടുള്ള സ്ഥലം ഇവൻ്റെ ഈ നെഞ്ചിലാണെന്ന്. നമ്മൾ ജയിച്ചു മച്ചാനെ. നന്നായി വാ മോനെ. മോനെ ലൂക്ക, അധികാരം കിട്ടിയ ഉടനെ നീ ഏറ്റവും ആദ്യം ചെയ്യേണ്ട കാര്യം അപ്പന്റെ പൂർണ്ണകായ പ്രതിമ കർത്തിർക്കടവ് ജംഗ്ഷനിൽ സ്ഥാപിക്കണം. അവന്മാരൊന്ന് കാണിച്ചു കൊടുക്കണം. അതല്ല അപ്പാ, നമുക്ക് അപ്പാപ്പനെ നാൽക്കവലയിൽ കാക്ക തൂർന്നൊരു പ്രതിമയാക്കി മാറ്റണോ? അപ്പാപ്പൻ കൊച്ചിക്കാരുടെ ഉള്ളിലുണ്ട്, അതുപോലെ കത്രിക്കടവ് ജംഗ്ഷനിൽ നമുക്കൊരു ട്രാഫിക് ലൈൻ സ്ഥാപിക്കാം. അതല്ലേ വേണ്ടത്? അതും ശരിയാണ്. പ്രകാശം പരക്കട്ടെ, പ്രകാശം പരക്കട്ടെ, പ്രകാശം പരക്കട്ടെ, പ്രകാശം പരക്കട്ടെ, പ്രകാശം പരക്കട്ടെ. ജോസ് പ്രകാശ്, ഈ കറന്റ് ട്രെൻഡ് എന്താണെന്ന് നിനക്ക് മനസ്സിലായി? എന്താണ് ചേട്ടായി? തടിയാണ് തടി. അതും ശരിയാണ്. മേറുപടി, എനിക്ക് കുറച്ച് നീഡ്സ് ഉണ്ട്. എന്തൊക്കെയാടാ? അത് പീക്കുവിൻ്റെ വീട്ടിലേക്കുള്ള റോഡ് ജസ്റ്റ് ഒന്ന് ടാർ ചെയ്യണം. പിന്നെ കൊച്ചിയിലെ നൈറ്റ് ലൈഫ് അതൊന്ന്, അതുപോലെ തന്നെ ഈ ലോ വേസ്റ്റ് ഇടുന്ന പിള്ളേരോട് പോലീസിൻ്റെ ഒരു സമീപനം ഉണ്ടല്ലോ, അതൊന്ന് ശരിയാക്കണം. ഒരാൾ കാണാൻ വന്നിട്ടുണ്ട്. ലൂക്കാച്ചൻ അറിയാലോ, എൻ്റെ ഒറ്റ മോള. നിങ്ങൾക്കിടയിൽ എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. പക്ഷേ എൻ്റെ മോളുടെ അവസ്ഥ ഇപ്പോൾ വളരെ മോശമാണ്. അവൾക്ക് നിന്നെ ഒന്ന് കാണണം. എനിക്ക് ലൂക്കാച്ചൻ്റെ നല്ല മനസ്സ് കാണാൻ കഴിഞ്ഞില്ല. ഞാൻ പഴയ ആൻമരിയായിട്ടാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. നിന്റെ അടുത്തല്ലാണ്ട് വേറെ എങ്ങോട്ടും പോകാനില്ല എനിക്കിപ്പോൾ. ഞാൻ പേടിച്ചതുപോലെ തന്നെ സംഭവിച്ചു. ആൻമേരിയുടെ വിഷമത്തിൽ അവൻ അലിയണത് ഞാൻ കണ്ട്. ആ ക്ഷമചോദിക്കലിനും കരച്ചിലിനും അവസാനം അവളൊരു കാര്യം പറഞ്ഞു. I want to talk to you about രാഹുൽ. ഞാനും രാഹുലും ശാന്തനും കോയമ്പത്തൂർ MBAക്ക് KIMSൽ ഒരു ബാച്ചിലായിരുന്നു. We were good friends. He was very brilliant. ക്ലാസ് ടോപ്പർ. ക്ലാസ്സിലെ ബാക്കിയുള്ള കുട്ടികളെ പോലെ തന്നെ ഞാനും അവൻ്റെ വലിയ ഫാനായിരുന്നു. ആൻഡ് ഇൻ ദ ഫൈനൽ സെമിസ്റ്റർ അവൻ ഞങ്ങളടുത്തൊരു ബിസിനസ് ഐഡിയ പറഞ്ഞു, ഒരു ബിസിനസ് പ്ലാൻ. കഴിഞ്ഞ 3 മാസമായിട്ട് നമ്മുടെ ക്ലാസ്സിൽ ഞാൻ നടത്തുന്ന ഒരു സർവേയുടെ റിപ്പോർട്ടാണത്. ആൻഡ് ദ ഫാക്ട്സ് ഇൻട്രസ്റ്റിംഗ്. നമ്മുടെ ബേസിക് നീഡായ ഫുഡിനേക്കാളും 3 ഇരട്ടിയാണ് ആൾക്കാർ കോസ്മെറ്റിക്സിന് വേണ്ടി ചിലവാക്കുന്നത്. ഷാംപൂസ്, പെർഫ്യൂംസ്, ക്രീംസ്, ബ്ലാ ബ്ലാ, ആൻഡ് ദ ലിസ്റ്റ് ഗോസ് ഓൺ. സി, ഇപ്പോൾ ആൻ്റെ കേസിന് എടുത്ത് നോക്കൂ. ആൻ്റെ മെസ് ബിൽ ഈസ് അറൗണ്ട് 1700. കോസ്മെറ്റിക് ബിൽ ഈസ് 5700. അതെയാ? ദീസ് ഫിഗേഴ്സ് ടെൽ സംതിങ്. ഈ ഡിമാൻഡ് ഒരു ഇൻസെക്യൂരിറ്റിയുടെ പ്രോഡക്റ്റാണ്. നമുക്ക് നമ്മളായി തന്നെ ഇരിക്കാനുള്ള ഭയത്തിൻ്റെ. എനിക്ക് ആരെയും പേടിയൊന്നുമില്ല. ഡോണ്ട് ടേക്ക് ഇറ്റ് പേഴ്സണലി ആൻഡ് ദിസ് ഇസ് ബിസിനസ്. സൊസൈറ്റിയുടെ ഈ ഇൻസെക്യൂരിറ്റി ആയിരിക്കണം നമ്മുടെ കമ്പനിയുടെ പ്രോഫിറ്റ്. കമ്പനിയാ? കമ്പനി ഒരു സമ്പൂർണ്ണ ആയുർവേദിക് ക്ലിനിക്. അയ്യേ, മരുന്ന് ഷോപ്പാ? ആയുർവേദമാണ് നമ്മുടെ പാസ്റ്റ്, അത് തന്നെയായിരിക്കണം നമ്മുടെ ഫ്യൂച്ചറും.
ആയുർവേദം കൊണ്ട് പൊതിഞ്ഞാൽ നമുക്ക് എന്ത് മിക്കാം. ഇറ്റ്സ് ട്രസ്റ്റ്വർത്തി. പിന്നെ ആയുർവേദത്തിന് സൈഡ് എഫക്ട്സ് ഇല്ല. നമുക്ക് എന്തും പരീക്ഷിക്കാല്ലേ? കറക്റ്റ്. നമ്മളിത് ചെയ്തില്ലെങ്കിൽ ഏതെങ്കിലും ഒരു മൾട്ടിനാഷണൽ കമ്പനി വന്നത് ചെയ്യും. പക്ഷേ ഈ ബിസിനസ്സിന് വേണ്ട ഒരു അത്യാവശ്യ കാര്യം നമ്മുടെ കയ്യിലില്ല. എന്താ അത്? ഇൻവെസ്റ്റ്മെൻ്റ് ആണോ? പാരമ്പര്യം. പക്ഷേ അത് നമുക്കുണ്ടാക്കാം. അതാണ് ഞാൻ പറഞ്ഞ സുധീർ, നിങ്ങൾ സംസാരിക്കും, ഞാൻ പുറത്തേക്ക് നിൽക്കാം. അങ്ങനെ സുധീർ ബാബുവായി ഞങ്ങളുടെ പാരമ്പര്യം. ആൻഡ് ദാറ്റ്സ് ഹൗ ഇറ്റ് സ്റ്റാർട്ടഡ്. എൻ്റെ 25,000 റുപ്പീസ് ആയിരുന്നു കമ്പനിയുടെ ആദ്യത്തെ ഇൻവെസ്റ്റ്മെൻറ്റ്. 2 ഇയേഴ്സിൽ കമ്പനി ഫ്ലറിഷ് ചെയ്തു. ഒരുപാട് പ്രൊഡക്ട്സ് ലോഞ്ച് ചെയ്തു. ആ സമയത്ത് ഞാനും രാഹുലും ഒരുപാട് ക്ലോസായി. പക്ഷെ ഞാൻ ഒരുപാട് ലേറ്റായി അവനെ മനസ്സിലാക്കാൻ, അവൻ എന്താണെന്ന് തിരിച്ചറിയാൻ. ഒരുപാട് വൈകിപ്പോയി. രാഹുൽ, ആരാ ഇത്? ഞാൻ പറയണ്ടായിരുന്നു. ഐ എം സോറി. വി ആർ എൻഗേജ്ഡ്. സൗമ്യ പത്മശ്രീ മൂസത് സാറിൻ്റെ മകളാണ്. വി നീഡ് എക്സ്പാൻഡ്. കേരളത്തിൽ ഇങ്ങനെ അടയിരുന്നിട്ട് കാര്യമില്ലല്ലോ. മൂസത് സാറിന് ബാക്കപ്പ് ഉണ്ടെങ്കിൽ നമ്മളെ പിന്നെ പിടിച്ചാൽ കിട്ടൂല. രാഹുൽ, പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഐ എം സോറി ലൂക്കാച്ച. ഞാൻ ലൂക്കാച്ചനോട് ചെയ്തതിന് കർത്താവ് എനിക്ക് തന്നതായത്. ഐ നോ ഐ ഡിസേർവ് ഇറ്റ്. ബട്ട് രാഹുൽ, അവൻ വലിയ കള്ളനാ. ഈസ് എ കട്ട് ത്രൂട്ട് ബിസിനസ് മാൻ. അവൻ ഈ നാട് നശിപ്പിക്കും.